ഗുഡ് മോർണിംഗ്. ഒരുത്തൻ രാവിലെ തന്നെ വിഷമിച്ച് കിടക്കുന്നു. ഇളയ ചേച്ചി പോയി. ചേട്ടൻ ദാ ബൈക്ക് എടുത്തോണ്ട് പുറത്തു പോയി. ഇനി മൂത്ത ചേച്ചി ദാ ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴ് ഞാൻ എന്തടാന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ തുള്ളിച്ചാടി കയറുന്നു. അടുത്ത അവസാന മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞതാ ഒരുത്തി ഇറങ്ങി. ഇന്ന് ചേട്ടന് ജോലിയില്ല. അപ്പോഴാണ് ഒരാൾ വിളിച്ചിട്ട് വാഷ് ബേസ് എന്തോ ബ്ലോക്കായി കിടക്കണം, ഒന്ന് വന്ന് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ കൊണ്ടുവിട്ടോളാം. അങ്ങനെ അച്ഛനും മോളും ഒന്ന് ഒരുമിച്ചാണ് പോയത്. ഗുണ്ടുവിന് വിഷമമൊന്നുമില്ല. കാരണം അവൻ ഇനി ഇറങ്ങിയിട്ടും കാര്യമില്ല, അവർ കൊണ്ടുപോകില്ലെന്നറിയാം. അതുകൊണ്ട് ഗേറ്റിൻ്റെ അകത്ത് തന്നെ അവൻ ക്ഷമയോടെ ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് പോവാമല്ലോ എന്നുള്ള, അല്ലാതെ അവൻ കണ്ട എത്തിയൊന്നും നോക്കണില്ല. അവനറിയാം ഈ ടൈമിലൊന്നും കൊണ്ടുപോകത്തില്ല എന്ന്. പിന്നെ എൻ്റെ കൂടെയുള്ളൊരു ചാട്ടമാണ്. ഇനി എൻ്റെ ബാക്കിൽ നടന്ന് എൻ്റെ കൈ കടിയും വാ പോവാന്നുള്ള അത് അവനറിയാം കേട്ടാ. അപ്പോൾ ഇങ്ങനെ വിഷമമുണ്ട് അവന്. ചേച്ചിമാരും പോയി, എല്ലാവരും പോയി, ഇനി ഞാനും അവനും മാത്രം. അങ്ങനെ ഞാൻ തോട്ടത്ത് കൊണ്ടുപോയി. ഇതാ പശുവൊക്കെ മേഞ്ഞോണ്ടിരിക്കുന്നു. അവനിത് കാണാൻ ഭയങ്കര, ഈ പശുക്കളുടെ അടുത്തൊക്കെ ചെന്നിരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടി അടുത്തോട്ട് പോയിരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും കൂടെ ഉണ്ട്. കാരണം അതുങ്ങളെ അടുത്തോട്ട് പോയ പശു വരണ്ട് പോവേ, അതുകൊണ്ട് ഞാനും കൂടെ തന്നെ ഉണ്ട്. പിന്നെ കുറേ നേരം ഞാൻ ഇവിടെ ചവിട്ടി പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ചാടി ഇറങ്ങണമെങ്കിലേ പശുക്കൾ വരണ്ടു പോവും. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു അകലം പാലിച്ച് അവനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് കുറച്ച് മഴയൊക്കെ ആയപ്പം വിറകുകളെല്ലാം തീർന്നു പോയി കേട്ടാ. അപ്പം കുറച്ച് വിറകും പറക്കാം, എനിക്കും കുറച്ച് നടക്കാം, അവനും അങ്ങനെ. പിന്നെ കുറച്ച് വിറകൊക്കെ പറക്കിയിട്ട് ഞാൻ പുറങ്ങ് പോന്ന്. ഇത് 2 വഴിയുണ്ട്. ഇതിലേ കൂടി ചാടി വന്നാൽ പെട്ടെന്ന് പോകാമല്ലോ എന്ന് വെച്ചപ്പോൾ അവനൊരു മടി വെള്ളത്തിൽ ഇറങ്ങാൻ. തിരിച്ച് അങ്ങോട്ട് പോവാനാണ് ഇഷ്ടം, പശുക്കളുടെ അടുത്തോട്ടെ. അവ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പിന്നെ വിറകൊക്കെ അവിടെ കൊണ്ട് ഇട്ടിട്ട് അവനെ വിളിച്ചു വരുത്തി, വാ പോകാം വാടാ. പിന്നെ നല്ല മഴക്കോളുണ്ട്. വീട്ടിൽ എത്തും മുന്നേ മഴ പെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് പിന്നെ അധികം നേരം നിർത്തിയില്ല. വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവനെ എന്തിന് വെറുതെ പുറത്ത് കൊണ്ടുപോയെന്നായിട്ടുണ്ട്. ഞാൻ ഈ വിരട്ടണം എന്തിനാന്ന് പറഞ്ഞാൽ, ഈ തുണിയിൽ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു മണം, അവൻ കിടന്നിരുന്ന തുണി എടുത്ത് നോക്കിയപ്പോൾ നനഞ്ഞിരിക്കുവാണ്. ഇന്ന് മഴയൊക്കെ അല്ലേ, ഞാനിന്ന് ലേറ്റായി അവനങ്ങ് പുറത്ത് കൊണ്ടുപോകാൻ. അവൻ ഇപ്പം ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? ഇതാ വീട് കാണിച്ചിരിക്കുന്ന വേലയാണ്ട, പുറമെല്ലാം ഇങ്ങനെ ഈ ഓസൊക്കെ കൊണ്ടുവന്ന് കടിച്ച് മുറിച്ചിട്ടിരിക്കുവാണ്. എന്തൊക്കെ കുരുത്തക്കേടെന്നറിയാമോ ഇവൻ കാണിക്കണത്. ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയായി. ഭാഗ്യത്തിനാണ് കേട്ടാ പെട്ടെന്ന് ഇനി വീട്ടിൽ കയറാൻ തോന്നിയത്. പിന്നെ മഴ നനയാതെ വീട്ടിലെത്തി. വീണ്ടും അതുപോലെ കട്ട വെയിറ്റിങ്ങും ഉറക്കമൊക്കെയാണ്. ഇനി ചേച്ചിമാർ വരുന്നേരം ഇത് തന്നെ അവൻ്റെ ജോലി.